നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നത്. ജൂൺ 10, 11 തീയതികളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളായി 6 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. യെല്ലോ അലർട്ട് ജൂൺ 10 ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ്. ജൂൺ 11 ബുധനാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതേസമയം മെയ് അവസാന വാരത്തോടെ ആരംഭിച്ച മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ആവശ്യത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് ശുചീകരണ പരിപാടികൾ തദ്ദേശ തലത്തിൽ ശക്തമാക്കാനും നേരത്തെ തന്നെ നിർദ്ദേശം നൽകി. അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജൂൺ 10, 11 തീയതികൾ മുതൽ കാലവർഷം സജീവമാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞയാഴ്ച ലഭിച്ചതുപോലുള്ള അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരളത്തിൽ ഇന്നും മിക്കയിടങ്ങളിലും പ്രസന്നമായ കാലാവസ്ഥ തുടരുമെങ്കിലും വൈകിട്ടോടെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് പുലർച്ചെ ചിലയിടങ്ങളിലൊക്കെ മഴ ലഭിച്ചിരുന്നു. എന്നാൽ എവിടെയും ശക്തമായ മഴ സാധ്യതയില്ല. ചാറ്റൽ മഴയോ ഇടത്തരം മഴയോ ആണ് പ്രതീക്ഷിക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോഴും കാലവർഷക്കാറ്റ് ദുർബലമാണ്. ഈ മാസം 10 ശേഷം കാറ്റ് കൂടുതൽ അനുകൂലമാകുകയും മഴ വീണ്ടും പെയ്തു തുടങ്ങുകയും ചെയ്യും. ജൂൺ 13 ശേഷം മഴ ശക്തിപ്പെടുവാൻ സാധ്യതയുണ്ട്. കാലവർഷക്കാറ്റ് ഈ സമയം കൂടുതൽ ശക്തിപ്പെടുവാനുള്ള സാഹചര്യം കണക്കിലെടുത്താണിത്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ജൂൺ 15 രൂപപ്പെട്ടേക്കും. ഇന്ന് വൈകിട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ചാറ്റൽ മഴയോ ഇടത്തരം മഴയോ ലഭിക്കും. രാവിലെ കോഴിക്കോട് മുതൽ പൊന്നാനി വരെയുള്ള തീരദേശത്തും ചാറ്റൽ മഴ സാധ്യത ഉണ്ടായിരുന്നു. തെക്കൻ കേരളത്തിലും ഇന്ന് മഴ സാധ്യതയുണ്ട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ വൈകിട്ടോടെ മഴ സാധ്യതയുണ്ട്. കോട്ടയം ജില്ലയുടെ ഈരാറ്റുപേട്ട, പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലും ചാറ്റൽ മഴ സാധ്യത ഉണ്ട്. ഉത്തരേന്ത്യയിൽ ശക്തമായ ചൂടും അനുഭവപ്പെടുകയാണ്. കാലവർഷം ഒരാഴ്ച കേരളത്തിൽ ദുർബലമായതോടെ ഈ വർഷം ലഭിക്കേണ്ട മൺസൂൺ മഴയിൽ 62% കുറവാണ് കേരളത്തിലുള്ളത്. ജൂൺ 1 മുതൽ 7 വരെയുള്ള കണക്ക് പ്രകാരമാണിത്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് കാലവർഷത്തിന്റെ കണക്കെടുപ്പ്. ഇത്തവണ മെയ് 24 കാലവർഷം കേരളത്തിൽ എത്തിയെങ്കിലും 30 വരെ പെയ്ത കനത്ത മഴ വേനൽ മഴയുടെ കണക്കിലാണ് ഉൾപ്പെടുത്തുക. അതിനാൽ വേനൽ മഴ 100%-ലധികം ലഭിക്കുകയും ചെയ്തു. ജൂൺ 1 മുതൽ കാലവർഷം ദുർബലപ്പെട്ടതോടെ ഒരാഴ്ചയ്ക്കകം 50%-ലേക്ക് കുറയുമെന്ന നേരത്തെ സൂചനകളൊക്കെ വന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ 62%-ആണ് മഴക്കുറവ്. ഇനി ജൂൺ 10 ശേഷം വീണ്ടും മഴ ലഭിച്ചു തുടങ്ങുന്നതോടെ ഈ കണക്ക് മെച്ചപ്പെട്ടു വരും. ജൂൺ 2ാം വാരത്തിലും അവസാന വാരത്തിലും ശക്തമായ മഴ സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ജൂൺ പകുതിയോടെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ഏറെ നേരം നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. ഒഡീഷയിലേക്കോ ബംഗ്ലാദേശിലേക്കോ കരകയറി ദുർബലപ്പെടാനാണ് സാധ്യത. വടക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടുക. ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ കൃഷിപ്പണിയും മറ്റും തീർക്കുന്നതാണ് നല്ലത്. കർഷകർക്ക് വളമിടലും മറ്റും പ്രവർത്തികളും ചെയ്യാം. തുടർന്ന് പതിയെ മഴ ശക്തിയായി തുടങ്ങും. വളം പിടിക്കുവാൻ ഈ മഴ അനുകൂലമാണ്. റബ്ബർ കർഷകരും നാളികേര കർഷകരും ഈ സമയം ഫലപ്രദമായി വിനിയോഗിക്കുക. കാലവർഷം ദുർബലമായതോടെ മുംബൈയിൽ നിന്ന് വടക്കോട്ട് കാലവർഷം പുരോഗമിക്കുന്നതും മന്ദഗതിയിലായിട്ടുണ്ട്. ഒരാഴ്ചയിലേറെ കാലവർഷം മുംബൈയിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വടക്കൻ മേഖലകളിലേക്ക് പുരോഗമിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.